നമസ്കാരം. വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. പാലം തകർന്നതിനാൽ മുണ്ടക്കൈ ടൗണിലെ ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിലും ബുദ്ധിമുട്ട് നേരിടുന്നു. 19 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. പുലർച്ചെ 1 മണിക്ക് മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. മൊബൈലിലും ബന്ധപ്പെടാനാകുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും 2 യൂണിറ്റ് സൈന്യത്തെയും എത്തിക്കും. രണ്ടാമത്തത് ചൂരൽമല സ്കൂളിന് സമീപം 4 മണിയോടെയായിരുന്നു. 3 തവണ ഉരുൾപൊട്ടി. വീടുകളും സ്കൂളുകളും തകർന്നതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്ന് സർക്കാർ അറിയിച്ചു. ഹലോ ആ കേൾക്കാം. പറ സന്തോഷേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സന്തോഷേ. പക്ഷേ സാഹചര്യം ഇങ്ങനെയായി പോയില്ലേ. നമ്മളും കൂടി ഇങ്ങനെ തളർന്നാൽ എങ്ങനെ? ശരി ശരി, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. സാർ, BP കുറച്ച് കൂടുതലാണ് സാർ. ഇന്നിന് ഇറങ്ങാൻ നിൽക്കണ്ട. ബോഡി വളരെ വീക്കാണ്. സാറേ സാറേ, ജോണി ചേട്ടാ ഇവിടെ വെള്ളത്തിൽ വീണു സാറേ. എന്താന്ന് ആ കാര്യം തെളിച്ചു പറ. സാറേ, ഇന്ന് കാലത്ത് മുതൽ മോളെ കാണാനെന്ന് പറഞ്ഞിട്ട് ഒരാളിവിടെ ഭ്രാന്തി പിടിച്ചിറങ്ങലായിരുന്നില്ല. അളവെടുക്കുള്ള ഭാഗത്തിൽ വെള്ളത്തിൽ എടുത്ത് ചാടി സാർ. വാ സാർ, ഗുളിക. എന്ത് പണിയാ കാണിച്ചത്? തനിക്കറിയോ ഇയാളെ? സാറേ, ചേട്ടൻ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം. ആളൊരു പാവാ സാറേ. ആൾക്ക് മോള് മാത്രമേ ഉള്ളൂ. ഇയാളിനി ചാടി ചാവാൻ എങ്ങനെ നോക്കിയതാണോ? ഇല്ല സാറേ, ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ കുത്തിയൊഴുകണ പുഴയുടെ നരക്കിൽ പാർക്കെട്ടുണ്ട്. അവിടെ ആരോട് അത് എടുത്ത് ചാടിയതാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനുമില്ല. ഓരോ തലവേദനകൾ. എവിടെയാടോ? ഇതാ അവിടെയാ സാറേ. മാറ് 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 മാറിക്കങ്ങട് മാറ്. മാറിക്കങ്ങട്. എവിടെങ്കിലും തള്ളി വരുന്നത് മാറണം. നിനക്ക് വല്ല ബോധമുണ്ടോ? ഞങ്ങള് കുറെ പേര് രാവും പകലും ഇല്ലാണ്ട് ഇവിടെ കഷ്ടപ്പെടുന്നതേ വെറുതെ ചരയ്ക്കാൻ വേണ്ടിട്ടല്ല. കൈ ഏതാ കാല ഏതാന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധ ഓരോരുത്തരെ കിട്ടിക്കൊണ്ടിരിക്കണത്. അവന്റെ ഒരു തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൻ്റെ മകളെ ഞങ്ങൾക്ക് പറ്റുന്ന വിധം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു അറിവും കിട്ടിയിട്ടില്ല. മണിക്കൂറുകളായിട്ട് ആ ഏരിയയിൽ ഒരു ടീം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വലിയ അപകടമാണ്, അതും ഇങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങളൊക്കെ ഇനിയെങ്കിലും ഞങ്ങൾ പറയണത് കേൾക്കണം. അതൊക്കെ പോട്ടെ, രാവിലെ തൊട്ട് തുടങ്ങിയ പാച്ചിലല്ലേ, ഒന്നും കഴിച്ചു കാണില്ലല്ലോ. താൻ വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിക്കാനാ സാറേ? ഇങ്ങോട്ട് ഇറങ്ങണ്ടേ? ഒരിടത്ത് ഇരിപ്പുറക്കണില്ല. അഞ്ചു വർഷം മുമ്പ് ഇവിടെ മേപ്പാടിയിൽ പ്രളയം ഉണ്ടായപ്പോ ഇതുപോലെ മണ്ണുണ്ടായത് എൻ്റെ ഭാര്യനും മോനെ. ചോരക്കുഞ്ഞായിരുന്നു എൻ്റെ മോള്.
എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങിയതാ തുണിയെടുക്കാൻ. കൂടെ എൻ്റെ കൊച്ചെടുക്കണ ഈ കൈപ്പിടിയുന്ന എൻ്റെ ഭാര്യ മോനി പ്രളയം കൊണ്ടുപോയ. സാറ്, ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട. ഇന്നിപ്പോ അവള് ഈ ചാറ്റനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവളുടെ അമ്മയുടെയും ചേട്ടായുടെ അടുത്തേക്ക് പോയോന്നൊന്നും എനിക്കറിയാല. എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇനി എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഒരു ജീവൻ പോലെ അനാഥാവാൻ ഞാൻ സമ്മതിക്കല്ല സാറേ. വെള്ളത്തിലേക്കല്ല, ഏത് നരകത്തിലോട്ടാണെങ്കിലും ഞാൻ എടുത്ത് ചാടിയെന്ന് വരും, ഈ ജീവൻ പോണവര്. സർ, ഇയാളല്ലേ ജോണി? താൻ സ്കൂൾ വരുന്നു വന്നേ. ഡോ, താൻ ഇയാളെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലേ. എന്താ സാറേ? അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ ഇങ്ങേരും കൊണ്ട് പോ. എന്താടോ, എനിത്തിങ് റോങ്? കൺഫേം ആയിട്ടില്ല. കുറച്ചു മുമ്പ് ഒരു കുട്ടി എന്നെ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയായിരുന്നു. ഒരു 4-5 വയസ്സ് പ്രായം തോന്നിക്കും. ഞങ്ങളെല്ലാവരും മരിച്ചെന്ന് വിചാരിച്ചേ, പക്ഷെ കൊച്ച് ചാച്ചാ ചാച്ചാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കേട്ടോടത്തോളം അത് ആളുടെ കൊച്ചിനെ സാറേ. എന്നാലും ഒന്ന് കൺഫേം ആക്കാനാ. ഇപ്പൊ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ സാറേ? ഡോ, ഒന്ന് മാറിയേ, മാറ്. മോളെ വീട്. അപ്പം ഞാൻ രാത്രി വിളിച്ച പറഞ്ഞു മോള് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ചളിയാണ് പറഞ്ഞ് ബാക്കിലേക്ക് ഇറങ്ങി. ഏട്ടനും ഏട്ടത്തിയമ്മയും 2 മക്കളും എൻ്റെ അമ്മയും പോയി. ഞങ്ങൾക്ക് എന്തായാലും എല്ലാം പോയില്ലേ.